ഹലോ ഗൈസ്, കണ്ട ഈ മുതൽ കണ്ട സാധനം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു വെറൈറ്റി കേബേജ് ഉപ്പേരിയാണ്. ഉപ്പേരി എന്ന് പറയുമ്പോൾ തോരന്ന് പറയാം, തോരന്നാണ് കൂടുതൽ ആൾക്കാരും പറയാം. നമ്മളവിടെയൊക്കെ ഉപ്പേരി എന്ന് പറയാം. മുട്ട ഇട്ടിട്ട് എങ്ങനെ കേബേജ് ഉപ്പേരി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. നിങ്ങൾ പലരും ഇത് കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. എല്ലാവരും കയറി വാ. അപ്പോൾ ഇതിന് വേണ്ട ഐറ്റംസൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ തുച്ഛ ഐറ്റംസ് മാത്രം മതി. ഈ കാബേജ്, ഉള്ളി, പച്ചമുളക്, മുട്ട, വേപ്പില, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും. ഇത്രയും സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമുക്ക് ആദ്യമായിട്ട് കാബേജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. കാബേജ് കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കട്ടെ, വളരെ നേരത്തെ രീതിയിൽ കട്ട് ചെയ്യുക. അപ്പോൾ കഴിക്കാനും ഒരു ടേസ്റ്റ് ആയിരിക്കും. നല്ല തിക്നെസ്സൊക്കെ ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഒരു സവാള എടുത്താൽ മതിയാവും. സവാള മുട്ടുള്ളതുകൊണ്ട് സവാളയുടെ അധികം ആവശ്യം വരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനൊരു പാത്രത്തിലോട്ട് ഈ നമ്മളിപ്പോൾ എരിഞ്ഞു വെച്ചിരിക്കുന്ന കേബേജും സവാളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് വലിയൊരു പാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അടുത്തായിട്ട് ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും. ജസ്റ്റ് ഒരു കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനോട് കൂടിയിട്ട് ഒരു ഉപ്പ്, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ഇളക്കാം. ഞാൻ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. എനിക്ക് സ്പൂൺ കൊണ്ടൊന്നും ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഉപ്പും ഇതൊന്നും പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ മുതലിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് വേകാനായിട്ട് കേട്ടോ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് സ്റ്റൗമിൽ. നമുക്ക് അത്യാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ, സൺഫ്ലവർ ഓയിലോ ആദ്യം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നാൽ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് എടുത്തിട്ട് ചട്ടിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം നമ്മുടെ കടുകും വെളിച്ചെണ്ണയും ഇതൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ആവാനുണ്ട് ഇതായിട്ട്. നമ്മളിവിടെ പല ആൾക്കാരും ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാവും, എനിക്കറിയാം അത്, പ്രത്യേകിച്ച് ലേഡീസൊക്കെ. പക്ഷേ നമ്മളെപ്പോലെ ചെയ്യാൻ അറിയാത്ത ഒരുപാട് പ്രവാസികളുണ്ട് ഇവിടെ, ബാച്ചിലേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണം കേട്ടോ. ഇപ്പം നല്ല രീതിയിൽ സാധനം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വെന്തോട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഇനി നമുക്കൊന്ന് നോക്കി നോക്കാം. കറക്റ്റ് ഏകദേശം വേവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ കളറെല്ലാം നല്ല മഞ്ഞ കളറും വന്നു. നല്ല വെന്ത പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പാണ്. നമുക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ടും ഒഴിക്കാം, അല്ലെങ്കിൽ കലക്കിയിട്ടും ഒഴിച്ചു കൊടുക്കാം. ഇത് മുട്ട ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ അത് കറക്റ്റ് ഇതിൽ കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട സെപ്പറേറ്റായിട്ട് കിടക്കുന്നതായിട്ട് കാണാം. അപ്പം അങ്ങനെ ചെയ്യാതെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്താലേ അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. ചട്ടിയായിട്ട് പിടിക്കാണ്ട് നോക്കണം കേട്ടോ. നമ്മൾ ഇളക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് മൂടിച്ചു കൊടുക്കാം. എന്തായാലും ഒരു 5 മിനിറ്റ് കഴിയട്ടെ. കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഞാൻ എന്തായാലും വേറൊരു പാത്രത്തേക്ക് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. നോക്കി, അതിൻ്റെ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇത്രയും നല്ല കറക്റ്റായിട്ട് മിക്സായിട്ട് എടുക്കുന്നത്. നമുക്കിത് ഒന്നുമില്ലെങ്കിൽ കുറച്ച് തേങ്ങാ ചമ്മന്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മുതൽ. എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയാട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യാട്ടോ.